അപ്പൊ എന്താ വേഷം? പറഞ്ഞേ. അപ്പൊ ഈ ഉമ്മാന്റെ ഈ കമ്പാർട്ട്മെന്റിൽ അധികം ആളൊന്നുമില്ല, ഞങ്ങളൊരു 3-4 ആളുള്ളൂ. ആ 8:30 മണിക്ക് എത്തുന്ന ലോക്കലിൽ ഇറങ്ങുന്ന ആൾക്കാരെ നിരീക്ഷണം നടത്തിയായി. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിലുള്ള റുഖിയ ഉമ്മയെ കണ്ടെത്തിയോ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു വിവരമാണ്. ഞാൻ ആ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ താഴെ തന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. റുഖിയ ഉമ്മയെ ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞിട്ട്, അതായത് കോഴിക്കോട് നിന്നുള്ള യാത്രയിൽ ഈ പറഞ്ഞ പോലെ ഷൊർണൂർ ട്രെയിനാണ് കേട്ടോ. വൈകുന്നേരം ഒരു 7 മണിക്കൊക്കെ സമയത്താണ് ഇവർ കണ്ടതെന്ന് പറഞ്ഞു ട്രെയിനിൽ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. എന്നിട്ട് ഞാൻ എന്ത് പണിയത്, എന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്പർ കൊടുത്തു. എൻ്റെ ഫോണിലേക്ക് അവർ വിളിച്ചു പറഞ്ഞു. അവർ വിളിച്ച് പറഞ്ഞിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇത് എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് അദ്ദേഹം ഉമ്മയെപ്പോലെ ഒരാളെ തന്നെയാണ് കണ്ടത് എന്നാണ് പറയുന്നത്. 100% എന്നോട് പറഞ്ഞിട്ടുള്ളത്. അവരായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഫോൺ സംഭാഷണം കൂടി ഇതിൻ്റെ കൂടെ വെക്കാം നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട്. വേറെ ഒന്നുമില്ല, ഉമ്മയെ നമ്മൾ വലിയ രീതിയിൽ തെരച്ചിൽ നടത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ വഴി കൂടെ ഒന്ന് അന്വേഷിച്ചോട്ടെ. അത് മാത്രമല്ല, ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും ട്രെയിനിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നവരൊക്കെ ആ മുഖം ഓർമ്മയിലേക്ക് ഒന്ന് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഫോട്ടോ കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ്, ട്രെയിനിൽ വെച്ചിട്ട് ഒരു ഇക്ക കണ്ടു എന്നുള്ളത്. അപ്പോൾ അവരുടെ ഫോൺ സംഭാഷണം നിങ്ങൾ എന്ത് പണി ചെയ്യുക, ഒന്ന് കേൾക്കുക. എന്നിട്ട് ബാക്കി വിഷയത്തിലേക്ക് ഞാൻ വരാം. അറിയില്ല നിങ്ങൾ എവിടെ ഇറങ്ങിയത്? ഞങ്ങള് പട്ടാമ്പിയിലാ ഇറങ്ങിയത്. അപ്പൊ പിന്നെ അവര് ഷൊർണൂർ വരെയുള്ള വണ്ടി ആയിരുന്നു അല്ലേ? അപ്പൊ എന്താ പറഞ്ഞേ. അപ്പൊ ഈ ഉമ്മാന്റെ ഈ കമ്പാർട്ട്മെന്റിൽ അധികം ആളൊന്നുമില്ല, ഞങ്ങളൊരു 3-4 ആളുള്ളൂ. ഞങ്ങളും കൂടി ഇറങ്ങി നോക്കുമ്പോ ഇതിന് ഉമ്മയും വേറെ ഒരാളുണ്ട്. നിങ്ങള് ഇനി അപ്പൊ ഞങ്ങള് ഇറങ്ങുമ്പോ അയാളോട് പറഞ്ഞു ഇവരൊന്ന് ശ്രദ്ധിക്കണം, ഇവര് എവിടെ ഇറങ്ങണം എന്നുള്ള ഇത്തരം ഒറ്റക്കാണ് നമ്മൾ കണ്ടിരുന്നത്. ഒന്ന് ഇറങ്ങണേ, എന്നെ ശ്രദ്ധിക്കണം എന്ന് അവരോട് പറഞ്ഞു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഫോട്ടോ നമ്മള് അത്ര ചിന്ത പോകും ചെയ്തില്ലേ. അപ്പൊ എന്താ അറിയോ, ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു. അപ്പൊ ഒരു ഓൽക്കൂടി ഉറപ്പായിരുന്നു. അല്ല, എന്റെ പെണ്ണുകൾ പറഞ്ഞേ. അത് ശരി. അതിനങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോളേ താടിമ ചെറിയ താടി രോമങ്ങളൊക്കെ കാണണ്ടേ. അതെന്റെ പെണ്ണുങ്ങൾ അത്തിരി ഉറപ്പ് പറഞ്ഞത്. അവരെന്താ വെച്ചാൽ അവരെ മോൻ പറഞ്ഞത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മാക്സ് ഇട്ടിട്ടാത്ര. അപ്പൊ ഈ പറത ഈ അവസ്ഥയിൽ കണ്ടപ്പോ പറത ആരെയും വാങ്ങി കൊടുത്തതാകും, അതേ കൊടുത്തതാണെന്നാണ് മോൻ പറയുന്നത്. അത് ഇതെന്താ വെച്ചാൽ ആ ട്രെയിനിൽ ലാസ്റ്റ് ഷൊർണൂര് എത്തുമ്പോ ഷൊർണൂര് അവരെ ഇറക്കണം. അല്ലെങ്കിൽ ബോഗികള് ചെക്ക് ചെയ്യുമ്പോ ആരെങ്കിലും അതിന് ഇറക്കും, അത് ഇറങ്ങിയിട്ടില്ലെങ്കിലും. അപ്പൊ ഇറങ്ങുമ്പോ ഷൊർണൂര് CCTV അത് മതി. ഞാനത് അവരോട് പറഞ്ഞു കൊടുത്തത്. ഷൊർണൂര് ഏത് വണ്ടിയിൽ ഏത് ആൾ ഇറങ്ങിയിട്ടുണ്ട് ആ ആൾക്കാരൊക്കെ CCTV മതി. അപ്പൊ ഷൊർണൂർ കേന്ദ്രീകരിച്ചൊക്കെ ഒരു അന്വേഷണം നടത്തിയാൽ മതില്ലേ? അന്വേഷണം നടത്തിയാൽ മതി. ആ 8:30 മണിക്ക് എത്തുന്ന ലോക്കലിൽ ഇറങ്ങുന്ന ആൾക്കാരെ നിരീക്ഷണം നടത്തിയായി. ഏത് സമയത്ത് ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നത്? ഞങ്ങൾ ഇവിടെ എത്തിയത് വൈകുന്നേരത്തെ ഒരു 8 മണിക്കാണ് പട്ടാമ്പിയിൽ എത്തുന്നത്. ഓ അത് ശരി. ഒരു ഏകദേശം ഒരു 8:30 മണിക്ക് ഷൊർണൂർ അത് എത്തിയിട്ടുണ്ടാവണം. ഇന്നലെ അല്ലേ? അത് ശരി. ഏതായാലും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം ആ ഭാഗത്തേക്ക് കൂടി. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടല്ലോ. അപ്പോൾ റുഖിയ ഉമ്മയുടെ മോനും ഇവർ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ റുഖിയ ഉമ്മയുടെ മോൻ പറഞ്ഞത് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാക്സി ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇവർ പറയുന്നത് പർദ്ദ എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നടത്തത്തിലൊക്കെ ഇങ്ങനെ കുമ്പിട്ടിട്ടാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം അവരങ്ങനെ പറയുന്നു. എന്താണ് സത്യം നമുക്ക് അറിയില്ല. എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അന്വേഷിക്കുക എന്നുള്ളതാണ്. പരമാവധി അന്വേഷിക്കുക, കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ കണ്ടെത്തുക. ആ വഴിയൊക്കെ തിരഞ്ഞു പോവുക തന്നെ. എല്ലാ വഴിയും ഈ പറഞ്ഞ പോലെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക. ചിലപ്പോൾ ആ ഭാഗത്തേക്ക് ഇനി ട്രെയിനിൽ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിലോ മുഖം മാക്സിമം എല്ലാവരിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ വേറെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഈ പറഞ്ഞ പോലെ തന്നെ വേറെ എവിടേക്കോ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഞ്ചേരി, മടവൂര്, അതുപോലെ തന്നെ കൊയിലാണ്ടി, അങ്ങനെ പല സ്ഥലങ്ങളിലും കണ്ടതായിട്ടും ഫോട്ടോ ഒക്കെ ഈ പറഞ്ഞ ഉമ്മയുടെ മോൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു.
പക്ഷെ അതൊന്നും കൃത്യമായി അവരല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ ഒരു ഓട്ടോ ഡ്രൈവർ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പരിസരത്ത് അന്വേഷിച്ചപ്പോൾ ഒരു പിടുത്തും കിട്ടുന്നില്ല. അപ്പോൾ ഏതായാലും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതന്നെ വലിയൊരു സങ്കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ട്രെയിനിൽ നിന്ന് കണ്ടു എന്ന് പറയുമ്പോൾ അതൊരു ഫോട്ടോ എടുക്കേണ്ടിയിരുന്നു. ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എന്താ പറയുക, അവരാണോ എന്നുള്ളത് കൃത്യമായി പറയുന്നത്. ഇതിപ്പോൾ അവരുടെ മനസ്സിൻ്റെ എന്താ പറയുക, അവർ ഉറപ്പിച്ചതാണ്, അവരുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്, 100% അവർക്ക് തോന്നിയിട്ടുള്ളതാണ്. പക്ഷെ അത് നമുക്ക് കൂടി ബോധ്യപ്പെടുത്തിയിരുന്നു. പിന്നെ അവർ ഈ പറഞ്ഞ പോലെ അപ്പോൾ അത് ചിന്തിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംശയത്തിന് നേരില്ല, അവർ കണ്ടപടിയാണ് ഈ ഫോട്ടോയൊക്കെ താരതമ്യപ്പെടുത്തി നോക്കിയതിന് ശേഷമാണ് എനിക്ക് കമൻ്റ് ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും, അതുപോലെ തന്നെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഫോട്ടോ എടുത്തിട്ട് ഇക്കടെ ഫോൺ നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്, തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇവിടെ വെക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ അതിലേക്കൊന്ന് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ അപ്പം നമുക്ക് ഏകദേശം ഒരു ധാരണയിൽ എത്താൻ പറ്റും. മറ്റേ നമ്മൾ കാണാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഉറപ്പ് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. വേദന നിങ്ങളെപ്പോലെ തന്നെ നമുക്കൊക്കെ, നമ്മളും നിങ്ങളെപ്പോലെ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ജെന്യുവനായിട്ട് പറയുകയാണ്, ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ള സംശയിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട് പലരും. പക്ഷെ അതിലൊന്നും സത്യമില്ല എന്നുകൂടി ഞാൻ പറയുകയാണ്. അപ്പം മാക്സിമം നിങ്ങൾ എന്ത് പണി വെച്ചാൽ ഒന്നും കൂടി, ഇപ്പം ഇതുവരെ നമ്മളെ കൂടങ്ങൾ ചേർത്ത് പിടിച്ച് അങ്ങനെ എല്ലാവരിലേക്ക് എത്തിക്കുന്നുണ്ട്, ഒന്നും കൂടി നാഞ്ഞ് പിടിച്ചിട്ട് മാക്സിമം ഒന്നാണ്ട് എല്ലാവരിലേക്ക് എത്തിച്ചാൽ കൂടെ തന്നെ ഫോട്ടോ വെക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കും കേട്ടോ. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്താൽ എല്ലാവരും പ്രാർത്ഥിക്കും, ആ ജീവനോട് കൂടിയിട്ട് ആ ഉമ്മയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കും. എല്ലാവരും ശ്രമിക്കുന്നുണ്ട്, അവരുടെ ഭാഗത്തുനിന്ന്, കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും എല്ലാവരും, നാടാണെങ്കിലും എല്ലാവരും ആകെ വിഷമത്തിൽ തന്നെയാണ്. നിങ്ങളെല്ലാവരെയും പോലെ തന്നെ കേട്ടോ. നിങ്ങൾ പല ജില്ലയിലുള്ള ആളുകളാണ്, ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്കും വലിയ സങ്കടം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ അപ്പുറമാണ്, നമ്മൾ വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും അന്വേഷിക്കാനും പോയി കാണാനും ഒക്കെ അറിയാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള രീതിയിൽ ശ്രമങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും, ഇനി അതല്ല കൂടുതൽ ജെന്യുവനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാകും. നമ്മളൊക്കെ ആഗ്രഹം ആ ഉമ്മയെ, ഈ പറഞ്ഞ പോലെ തന്നെ പ്രായം അത്രയും ആയൊരു ഉമ്മയാണ്, എങ്ങനെയെങ്കിലൊക്കെ ആ കുടുംബത്തിലേക്ക് അത് എത്തിപ്പെടുക എന്നുള്ളത് തന്നെയാണ്. ആ മക്കളുടെയൊക്കെ ഒരു വിഷമം നമ്മൾ മനസ്സിലാക്കും. നമ്മൾ ഇപ്പോൾ അവരൊന്നും നമ്മളോട് പറയാതെ തന്നെ അവരുടെ അവസ്ഥകളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. നമുക്കൊക്കെ ഇപ്പോൾ മാതാപിതാക്കളുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ സ്വന്തം ഉമ്മേനെ കാണാനാകുമ്പോഴുള്ള വിഷമം നമ്മൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആ നമുക്ക് പറ്റുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ കാരണം കുറച്ചാളുകളിലേക്കെങ്കിലൊക്കെ ഈ വാർത്തകൾ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ, ജെന്യുവനായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് എനിക്ക് പറ്റുന്നൊരു നന്മ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് എൻ്റെ യാത്ര കണ്ടെത്തും വരെ ഉണ്ടാകും ഞാൻ ജെന്യുവനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ 100% സത്യമാണ്, കണ്ടെത്തിയിട്ടുമില്ല മറ്റുള്ള ഈ ട്രെയിനിലെ വിഷയങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗങ്ങളിലേക്കൊക്കെ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ടും കൂടിയാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഈ ഉമ്മയുടെ വിഷയമായി ബന്ധപ്പെട്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, മാക്സിമം എത്തിക്കുക, എല്ലാവരിലേക്ക് എത്തിക്കുക, മുഖം എത്തിക്കുക. ഇതുപോലെ തന്നെ ജെന്യുവനായിട്ട് എല്ലാവർക്കും കണ്ടെത്താൻ സാധിക്കട്ടെ. എല്ലാവരും ഫോട്ടോ എടുക്കാമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. പുതിയ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് ഞാൻ വരാട്ടോ, വിവരങ്ങൾ കിട്ടുന്നതനുസരിച്ചിട്ടോ മാക്സിമം ഒരിക്കൽ കൂടി ഷെയർ ചെയ്തേക്കിട്ടോ. ഓക്കെ.